നമസ്കാരം. തുച്ഛമായ ഫീസിൽ നമുക്ക് എയിംസിൽ വിവിധ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാലോ, നമ്മൾ IITകളിലും NITകളിലുമൊക്കെ നമ്മൾ എൻട്രൻസ് പരീക്ഷ കടന്നൊക്കെ ചെന്നാലും അത്യാവശ്യം നല്ല തുക ഫീസുണ്ട്. പക്ഷേ എയിംസ് അങ്ങനെയല്ല. നിങ്ങൾക്ക് 5.5 വർഷം MBBS പഠിക്കാൻ ഫീസ് ഇനത്തിൽ ചിലവാകുന്ന തുക ആകെ തുക 10,000-ൽ താഴെയാണ്. അത് MBBS മാത്രമല്ല. ഇപ്പോൾ MBBSന് എയിംസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 19 എയിംസുകളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അപ്പം MBBS നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നീറ്റ് പ്രവേശന പരീക്ഷ വഴിയാണ് MBBSന് അഡ്മിഷൻ കിട്ടുന്നത്. അതേസമയം MBBS അല്ലാതെ നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് അലൈഡ് ഹെൽത്ത് കോഴ്സുകളും ഈ എയിംസിലുണ്ട്. ഇപ്പോൾ നേഴ്സിങ്ങിനാണെങ്കിൽ തന്നെ 18 എയിംസിലായിട്ട് 1200-ലേറെ സീറ്റുകളുണ്ട് BSc നേഴ്സിംഗ് കോഴ്സിന്. എനിക്ക് 4 വർഷം ആകെ തുക ഫീസ് എന്ന് പറയുന്നത് 600 രൂപ എന്തോ ആണ്. 600 രൂപ അത്രേ ആകുകയുള്ളൂ. അത് പെൺകുട്ടികൾക്ക് മാത്രമേ എയിംസിൽ BSc നഴ്സിംഗിന് പ്രവേശനമുള്ളൂ. മറ്റ് അലൈഡ് ഹെൽത്ത് കോഴ്സുകളുമുണ്ട്. ഇപ്പം നമ്മൾ ലാബറട്ടറി ടെക്നോളജി, പെർഫ്യൂഷനിസ്റ്റ്, അങ്ങനെയുള്ള നിരവധി അലൈഡ് ഹെൽത്ത് കോഴ്സുകൾക്കും ഹെൽത്ത് കോഴ്സുകൾ നമുക്ക് എയിംസിൽ പഠിക്കാൻ സാധിക്കും. അതിനവർ പ്രത്യേകം എൻട്രൻസ് പരീക്ഷയുണ്ട്. അത് വിളിക്കുമ്പോൾ അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2027 +2 പരീക്ഷ എഴുതാൻ പോകുന്നവരിത് മനസ്സിൽ വെച്ച് അതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ MBBS അല്ലാതെ തന്നെ മറ്റ് അലൈഡ് ഹെൽത്ത് കോഴ്സുകളും തുച്ഛമായ ഫീസിൽ പഠിക്കാൻ സാധിക്കും. എയിംസിൽ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വിവിധ MSc കോഴ്സുകളും എയിംസുകളിൽ പഠിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഡൽഹി എയിംസിലാണ് കൂടുതൽ MSc കോഴ്സുകളുള്ളത്. അപ്പോൾ അവിടെ ഈ MSc ബയോടെക്നോളജി പഠിക്കാൻ സാധിക്കും. കെമിസ്ട്രി MSc പല കോഴ്സുകളുണ്ട്. MSc വിവിധ കോഴ്സുകൾ എയിംസിൽ. അതിന് പ്രത്യേക പ്രവേശന പരീക്ഷയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് പത്രങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒന്ന് ആലോചിച്ച് നോക്കൂ. 5.5 വർഷത്തെ MBBS കോഴ്സിന് 10,000-ൽ താഴെ ഫീസ്, 4 വർഷത്തെ BSc നേഴ്സിംഗ് കോഴ്സിന് 600 രൂപ, അതുപോലെ തന്നെ മറ്റ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾക്ക് തുച്ഛമായ ഫീസിൽ നിങ്ങൾ എൻട്രൻസ് എന്ന കടമ്പ കടന്നാൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഫീസിൽ ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ എയിംസ് ചർച്ചകൾ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. നമ്മുടെ കേരളത്തിലും എയിംസ് പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളെക്കുറിച്ച് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.